പോകുന്നത് അടിമാലിയുടെ കലാകാരൻ കൂടിയാണ് രാജേഷ് അടിമാലിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. രാജേഷ് അടിമാലി ഒരുപാട് TV ഷോസിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു മുഖമാണ്. സ്വന്തം നാട്ടിലല്ലേ ഇങ്ങനെ കയ്യടി മേടിച്ച് നിൽക്കാൻ പറ്റുമ്പോൾ നമ്മൾ വേറെ ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് ഈ ഒരു സുഖം കിട്ടില്ല, അല്ലേ രാജേഷേ? അതാണ് നമ്മുടെ കലാകാരൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. സ്വന്തം നാട്ടിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. കുടുംബശ്രീ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അതോടൊപ്പം ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർക്കും അതിൻ്റെ എല്ലാ ഭാരവാഹികൾ ആളുകൾക്കും വളരെ സന്തോഷം. കാരണം സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പം ഇങ്ങനെ ഒരു കലാകാരന്മാർ അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും, എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന എനിക്ക് ഇത്രയും വലിയൊരു അവാർഡിനായിട്ട് എന്നെപ്പോലുള്ള കലാകാരന്മാർ എല്ലാവരെയും ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. മീരേനെ ഞാനൊരു 10 വർഷം മുമ്പ് ഏഷ്യാനെറ്റിൽ വെച്ച് കാണും. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അന്നത്തെ കാലം വളരെ ഗ്ലാമർ ആയിട്ടാ. അയ്യോ, കാരണം പലരും വന്നപ്പോ പറയും 16 വർഷം മുമ്പ് കണ്ടു ചേച്ചി, 20 വർഷം മുമ്പ് കണ്ടു, എന്റെ പ്രായം പുറത്തറിയിക്കരുത്, പിള്ളേരുടെ മുന്നിൽ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ആനയുടെ കൂട്ടാണ്. എങ്ങനെ നിന്നാലും ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞാൽ മീരയ്ക്ക് നല്ലൊരു കൈഡ് കൊടുത്ത് നമ്മുടെ നാട്ടുകാരെല്ലാവരും. പക്ഷേ അതിനേക്കാളൊക്കെ സന്തോഷം രാജേഷിനെ പോലൊരു മികച്ച കലാകാരൻ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ലൈവായിട്ടൊന്ന് കണ്ടു നോക്കണ്ടേ? വേണോ ലൈവ് പെർഫോമൻസ് എന്തെങ്കിലും? അതായത് ഭയങ്കര കയ്യടി നേടിത്തരുന്ന എന്തെങ്കിലും 2-3 സംഭവങ്ങൾ രാജേഷേ. ഒന്ന് മോണിറ്റർ ഒന്ന് വോക്കല് ഹലോ ഹലോ താങ്ക് യു. അപ്പം വേറെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ മഴക്കാലത്തും ഇത്രയും നല്ല മനോഹരമാർന്ന ഈ ഓഡിറ്റോറിയം സംഭവം നമുക്ക് നൽകിയ നമ്മുടെ ഫാദർ രാജേഷ് ഫാദറിനോട് നല്ലൊരു ഗൈഡ് കൊടുക്കുക. കാരണം ഇത്രയും മഴ നടക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര നല്ലൊരു ഓഡിറ്റോറിയം കിട്ടിയത് പരിപാടി ചെയ്യാനായിട്ട്. അപ്പൊ റെഡിയാണോ? അപ്പൊ ഞാൻ ചാനലിലൊക്കെ ചെയ്ത കുറച്ച് പ്രോഗ്രാം ഉണ്ട്. പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ശബ്ദം അനുകരിച്ചാണ് വന്നത്. ഞാൻ മീരയൊക്കെ ഉള്ള എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നാളായി. അങ്ങനെയൊന്നും അന്നൊന്നും എന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇപ്പോഴാണ് തടിയൊക്കെ വെച്ചത്. അപ്പം ഈ LED വാളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഉണ്ട്, 1 തൊട്ട് 20 വരെയുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വരിക. അതിനകത്തൊരു 10-36ഓളം സിംഗേഴ്സ് ഉണ്ട്. അത്ര ശബ്ദം നമുക്ക് പാടാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര നമ്പർ പറയുക, എനിക്ക് പറ്റുന്നത്ര ഗായകരെ വോയിസ് അനുകരിക്കാം. അപ്പോൾ എവിടെയെങ്കിലും സാമി തോന്നിക്കഴിഞ്ഞാൽ കൈയടിക്കാൻ മറക്കരുത്. റെഡിയാണോ? അപ്പൊ നമുക്ക് ഈ ഇടത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുള്ള 1 തൊട്ട് 20 വരെയുള്ള ഇഷ്ടമുള്ള നമ്പർ പറയോ? 1 തൊട്ട് 20 വരെയുള്ളതിൽ ഏതാ? നയൻ ആണ് പറഞ്ഞേക്കുന്നേ. ഗേൾസ് 9. വിനീത് ശ്രീനിവാസന്റെ വോയിസാണ്. നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ നീ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ. താങ്ക് യു. സൂപ്പർ. അടുത്ത നമ്പർ ബോയ്സ്. ഏത് നമ്പർ? 5. 10 ആണ് പറയുന്നത്. 5 10 Let's open up at 10. മധു ബാലകൃഷ്ണന്റെ വോയിസ് ആണ്. ഞാൻ മധുചേട്ടനെ അടുത്തിരുത്തിട്ട് ആളുടെ വോയിസിൽ പാടിയിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ. ഇങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയൂ, ഇന്നു നിന്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ,
മൗനസ്വരമായ ജന്മങ്ങളിൽ മോഹം കൈ നീട്ടുന്നു വീണ്ടും തങ്ങക്കിനാവിലൊന്നിച്ചിരുന്നു കന്നിത്തിരി തെളിക്കാനായി നെഞ്ചൂരം താളം തേടിയോ. താങ്ക് യു. അടുത്ത ഇനി എനിക്ക് തോന്നുന്നു ട്രാക്കിന്റെ മോണിറ്റർ ഒന്ന് കിട്ടും. സാർ ഒരു നമ്പർ പറഞ്ഞു. MLA ഉണ്ട്, ഞങ്ങളുടെ MLA നമ്പർ 5 ആണ് പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. ജാനകി അമ്മയുടെ വോയിസ് ആണ്. അടുത്ത നമ്പർ ഷംനാദേട്ടാ. ചെല്ല നമ്പർ ഷംനാദേട്ടാ. 4 വേണം. 4. ആക്ടർ ലാലിന്റെ വോയിസ് ആണ്. ലാൽ സാറിനെ അടുത്തിരുത്തിട്ട് ഞാൻ ആ വോയിസിൽ പാടിയിട്ടുണ്ട് കേട്ടോ. ലാൽ സാറിന്റെ വോയിസ്. അടുത്ത നമ്പർ നമുക്കൊരു 20 കഴിഞ്ഞ് പിടിച്ചാലോ? 20 കഴിഞ്ഞ് 22 പറയട്ടെ. 20 വരെ ഉള്ളൂ. അപ്പൊ 20 പറഞ്ഞാലോ? 20 റെഡി. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 20. ദാസേട്ടന്റെ വോയിസ് ആണ്. അദ്ദേഹം ആലപിച്ച ഹരിവരാസനം എന്നുള്ള ഗാനാണ്. അപ്പൊ നല്ലതാണ്, കൈ അടിക്കണം കേട്ടാ. മലയാള സിനിമയില് ഞാനും ദേവേന്ദ്ര മാഷും ചേർന്ന് ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രീ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. താങ്ക് യു. അടുത്ത മൈ ഗോഡ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശബ്ദങ്ങളിൽ ഒന്ന് ദാസേട്ടന്റെ ശബ്ദം. ഇത്രയും പിക്ചർ പെർഫെക്റ്റ് ആയി പ്രസന്റ് ചെയ്തതിന് രാജേഷിന് ഒരു വലിയ കൈയടി. അടുത്ത നമ്പർ ഒരു നമ്പർ പറഞ്ഞേ. 3 സാർ 3. ജാസി ചേട്ടന്റെ വോയിസ് ആണ്. എന്റെ കള്ളക്കട കണ്ണിൽ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ തമരത്താലോ തേനോ തെന്നിലാവോ മാമഴമുത്തോ മല്ലിക്കുളന്തോ മീനോ മാറിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ
കെട്ടിനകത്തുള്ള റോജാ രാജറാണ് നിന്റെ കള്ളക്കട കണ്ണിൽ നിന്റെ കള്ളക്കട കണ്ണിൽ താങ്ക് യു. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ രാജേഷ് അസാധ്യ കലാകാരനാണ്. 20 എണ്ണം നമുക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി മിനിസ്റ്റർ ഒക്കെ വരാൻ